വാളയാറിൽ രാസലഹരിയുമായി അമ്മയും മകനും സുഹൃത്തുക്കളും പിടിയിലായ സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. പ്രതി അശ്വതി ലഹരി വിൽപ്പന തുടങ്ങിയത് ഭർത്താവുമായി അകന്ന ശേഷം പിന്നാലെ 21-കാരനായ മകനെയും ഒപ്പം കൂട്ടുകയായിരുന്നുവെന്ന പ്രതിയുടെ മൊഴി. തൃശൂർ സ്വദേശി 46-കാരിയായ അശ്വതി, മകൻ 21-കാരൻ ഷോൺ സണ്ണി, കോഴിക്കോട് എലത്തൂർ സ്വദേശികളായ 29-കാരൻ പി മൃദുൽ, 26-കാരൻ അശ്വൻലാൽ എന്നിവരാണ് രാസലഹരിയുമായി കഴിഞ്ഞ ദിവസം വാളയാർ ചെക്ക് പോസ്റ്റിൽ വെച്ച് പിടിയിലായത്. ബാംഗ്ലൂരുവിൽ നിന്ന് വിൽപ്പനയ്ക്കായി കാറിൽ കൊണ്ടുവരികയായിരുന്ന 13 ഗ്രാം MDMAയുമായാണ് സംഘത്തെ എക്സൈസ് പിടികൂടിയത്. പി മൃദുലാണ് കേസിലെ മുഖ്യപ്രതിയെന്ന് എക്സൈസ് സംഘം പറഞ്ഞു. ഇയാളാണ് വീട്ടമ്മയായ അശ്വതിയെ ലഹരി വിൽപ്പനയിലേക്ക് എത്തിച്ചത്. അശ്വതി ഏറെക്കാലമായി ഭർത്താവുമായി പിരിഞ്ഞു കഴിയുകയായിരുന്നു. ഈ സമയത്താണ് മൃദുലിനെ പരിചയപ്പെടുന്നത്. ആദ്യം ലഹരി ഉപയോഗിച്ചു തുടങ്ങിയ അശ്വതി പിന്നീട് വിൽപ്പനയിലേക്ക് എത്തുകയായിരുന്നു. 1 വർഷം മുമ്പാണ് ലഹരി കടത്ത് തുടങ്ങിയത്. ബാംഗ്ലൂരുവിൽ നിന്ന് ലഹരി എത്തിച്ച് എറണാകുളത്ത് ചില്ലറ വിൽപ്പന നടത്തിവരികയായിരുന്നു ഇവർ. ഇതിനിടെയാണ് വിൽപ്പനയ്ക്ക് മകനെയും ഒപ്പം കൂട്ടിയത്. പ്രതികളെ ചോദ്യം ചെയ്തതിൽ നിന്നാണ് ഇക്കാര്യങ്ങൾ പുറത്തുവന്നത്. ഇവർക്ക് പിന്നിൽ വലിയ ലഹരി മാഫിയ തന്നെയുണ്ടെന്ന് എക്സൈസ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. എക്സൈസിന്റെ പരിശോധനയിൽ പ്രതികളുടെ കാറിൽ നിന്ന് മയക്കുമരുന്ന്, ഗുളിക, സിറിഞ്ച്, ത്രാസ് എന്നിങ്ങനെയുള്ള സാധനങ്ങളും കണ്ടെടുത്തിട്ടുണ്ട്. തൃശൂർ സ്വദേശികളായ അശ്വതിയും മകനും എറണാകുളത്താണ് താമസിക്കുന്നത്. എറണാകുളത്ത് വിൽക്കാനാണ് സംഘം MDMA എത്തിച്ചതെന്നാണ് എക്സൈസ് ഉദ്യോഗസ്ഥർ പറയുന്നത്. പ്രതികൾ സഞ്ചരിച്ച കാറും എക്സൈസ് സംഘം കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. UTV ന്യൂസ്, പാലക്കാട്.